എല്ലാവർക്കും നമസ്കാരം, ശുഭദിനം നേരുന്നു. നമുക്കിന്ന് കപിലാവതാരം എന്ന 14-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം നോക്കാം. സ പുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാകാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരത് ദേവപഥേഷു ദേവഹൂത്യ. സ പുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാകാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരത് ദേവപഥേഷു ദേവഹൂത്യ. സഹ പുനഃ ത്വദുപാസന പ്രഭാവാത് ദയിതാകാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലഃ നവാത്മാ ദേവഹൂത്യ ദേവപഥേഷു വ്യഹരത്. ഇനി അസൗ കർദമഃ, കർദമനാകട്ടെ പിന്നീട് ആ ദേവപഥേഷു വ്യഹരത് ദേവഹൂത്യ, ദേവഹൂതിയോടുകൂടി ദിവ്യഭൂമികളിൽ ക്രീഡിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവസാനം. നമുക്ക് അതൊന്നുകൂടെ നോക്കാം. ഇവിടെ സപുനസ്ത്വദുപാസന പ്രഭാവാത്, സഹ പുനഃ അവൻ വീണ്ടും, ഉപാസന പ്രഭാവാത് അങ്ങയെ ഉപാസിച്ചതിൻ്റെ, അങ്ങയെ ഭജിച്ചതിൻ്റെ അനന്തരഫലമായിട്ടാണ്, ആ ആരാധിച്ചപ്പോൾ കിട്ടിയ പ്രഭാവാത് ആ മാഹാത്മ്യത്താൽ, ദയിത കാമകൃതേ കൃതേ വിമാനേ, വിമാനേ എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ, അതായത് ദയിത കാമകൃതേ ആ പ്രിയതമയുടെ ഇഷ്ടത്തിനായി നിർമ്മിച്ച കൃതേ എന്ന് പറഞ്ഞാൽ നിർമ്മിച്ച വിമാനത്തിൽ, ദയിത വനിതാകുലസങ്കുലോ നവാത്മാ അനേക നാരീ പരിവൃതനായി എന്ന് പറഞ്ഞാൽ അനേകം സ്ത്രീകളാൽ പരിവൃതനായിട്ട്, വനിതാകുലസങ്കുലോ നവാത്മാ 9 ആകൃതി കൈക്കൊണ്ടു എന്നാണ് പറയുന്നത്. 9 ആകൃതി കൈക്കൊണ്ടിട്ട് അനേകം നാരികളാൽ പരിവൃതനായി, വ്യഹരത് ദേവപഥേഷു ദേവഹൂതിയ ആ ദേവഹൂതിയോടുകൂടി, അതായത് പത്നിയോടുകൂടി, വ്യഹരത് ദേവപഥേഷു, ദേവപഥേഷു എന്ന് പറഞ്ഞാൽ ദിവ്യഭൂമികളിൽ കൂടി, അതായത് ദേവന്മാർ വിഹരിക്കുന്ന ദിവ്യഭൂമികളിൽ കൂടി ദേവഹൂതിയോടുകൂടി ക്രീഡിച്ചു എന്ന അർത്ഥം. ആ അനന്തരം ആ കർദമൻ പിന്നീട് അങ്ങേ ആരാധിച്ചു കിട്ടിയ ആ മാഹാത്മ്യത്താൽ പ്രിയതമയുടെ ഇഷ്ടത്തിനായി നിർമ്മിച്ച വിമാനത്തിൽ, ആ ദേവഹൂതിക്ക് വേണ്ടി നിർമ്മിച്ച വിമാനത്തിൽ അനേകം നാരിമാരാൽ, അതായത് സ്ത്രീജനങ്ങളാൽ പരിവൃതനായിട്ട് 9 ആകൃതി കൈക്കൊണ്ട് ആ ദിവ്യമായ ഭൂമിയിൽ കൂടി, ദേവന്മാർ വിഹരിച്ച ഭൂമികളിൽ കൂടി വിഹരിച്ചു, ദേവഹൂതിയോടുകൂടി ക്രീഡിച്ചു എന്നർത്ഥം. നമുക്കിനി 8-ാമത്തെ ശ്ലോകം നോക്കാം. ഈ കപിലാവതാരത്തിലെ 8-ാമത്തെ ശ്ലോകം. ശതവർഷമധ വ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപ മനയാന സമുദ്യതോപി കാന്ത ഹിതകൃത്വജ്ജനനോത്സുകോന്യവാത്സീത്. ശതവർഷമധ വ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപ മനയാന സമുദ്യതോപി കാന്ത ഹിതകൃത്വജ്ജനനോത്സുകോന്യവാത്സീത്. അഥ സഹ അയം ശതവർഷം വ്യതീത്യ ധന്യരൂപാഃ നവകന്യാഃ സമവാപ്യ വനയാനസമുദ്യതഃ അപി കാന്ത ഹിതകൃത് ത്വജ്ജനനോത്സുകഃ ന്യവാത്സീത്. ഇവിടെ കാന്ത ഹിതകൃത് എന്ന് പറഞ്ഞാൽ ഈ പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ്. എന്തൊക്കെ, അതായത് ഈ കർദമനെ കൊണ്ട് പിന്നീട് പോകാൻ തുടങ്ങിയ കർദമനെ തടഞ്ഞു നിർത്തുകയാണ്. അതായത് അനന്തര കർദമൻ സഹ അയം അധ ശതവർഷമധ വ്യതീത്യ സഹ അയം സ്വയം സഹായം, ശതവർഷം 100 സംവത്സരങ്ങൾ ആ വ്യതീത്യ കഴിച്ചുകൂട്ടിയിട്ട് ആ ക്രീഡാസുഖം അനുഭവിച്ചതിന് ശേഷം, കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ദേവഹൂതിയോടുകൂടി ആ വിമാനത്തിൽ ഇങ്ങനെ ദേവപഥേഷു ദിവ്യഭൂമിയിൽ കൂടി, ദേവന്മാർ സഞ്ചരിക്കുന്ന ഭൂമിയിൽ കൂടി ക്രീഡിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ആ ക്രീഡാസുഖം അനുഭവിച്ചതിന് ശേഷം
നവകന്യാഹ സമവാപ്യ ധന്യരൂപാഹ. സുന്ദരിമാരായ 9 കന്യകമാരെ, അതായത് 9 പുത്രിമാരെ സമവാപ്യ ലഭിച്ചിട്ട് വനയാന സമുദ്യതോപി. വനയാനം എന്ന് പറഞ്ഞാൽ വനത്തിലേക്ക് പോകാനായി ആലോചിച്ചു. ഉദ്യത എന്ന് പറഞ്ഞാൽ ആലോചിച്ചു, പുറപ്പെടാൻ ഒരുങ്ങി. കാന്താഹിതകൃത് എന്ന് പറഞ്ഞാൽ കാന്തയുടെ, ഭാര്യയുടെ, പ്രിയതമയുടെ ഹിതം നോക്കുന്നവനായിട്ട്, തപസ്സു ചെയ്യാനായി വനത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിട്ട് ആ വനയാന സമുദ്യതോപി, ദേവഹൂതിയുടെ ഹിതം നോക്കുന്നവനായിട്ട്. കാന്താഹിതകൃത്. ത്വജ്ജനനോത്സുകോന്യവാത്സീത്. നിന്തിരുവടിയുടെ ത്വം, നിന്തിരുവടി, അതായത് ജനനത്തിൽ താല്പര്യമുള്ളവനായിട്ട് ഗ്രഹത്തിൽ തന്നെ വസിച്ചു. അതായത് ഭാര്യ പറഞ്ഞു പോകണ്ട എന്ന്, അതുകൊണ്ട് പോയില്ല. 9 പുത്രിമാരുണ്ടായിക്കഴിഞ്ഞിട്ടാണ് വനത്തിൽ തപസ് ചെയ്യാനായി പോകണമെന്ന് കർദമന് തോന്നിയത്. പക്ഷേ കാന്താഹിതകൃത്, കാന്ത ഭാര്യയായ പ്രിയതമയായ ദേവഹൂതിയുടെ ഹിതം മാനിച്ച് പോകണ്ട എന്ന് തീരുമാനിച്ചു. അവിടെ 4-ാം ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. മനുപുത്രീം ദൈതാം നവാഭിപുത്രീം കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യതോ ഭൂ. അതായത് 9 പുത്രിമാരെയും അത് കഴിഞ്ഞ് കപിലൻ എന്ന അവിടുന്ന് സ്വയം പുത്രനായിട്ടും കപിലം ച സുതം, ആ സുതനായിട്ടും അവതരിച്ചു എന്ന് 4-ാം ശ്ലോകത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം. ഇന്ന് ഇത്രയും മതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.